ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അമ്മയും കാന്താരിയും. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പല ഫ്ലേവറിലുള്ള ലഡുവാണ്. വളരെ ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പല തരത്തിലുള്ള ലഡൂസ് ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. മൂവ് ഓൺ ടു വീഡിയോ. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ലഡു ആണ്. ലഡു എന്ന് പറഞ്ഞാൽ പല കളറിലും പല ഫ്ലേവറിലുമുള്ള ലഡു ആണ് ഉണ്ടാക്കുന്നത്. ഒന്നും കൃത്രിമ ഫ്ലേവറുകളൊന്നുമല്ല, എല്ലാം നാച്ചുറൽ ആയിട്ടുള്ളതാണ്. ആദ്യമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നത് നീല ലഡു ആണ്. നീല കളർ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉണ്ടാക്കി തുടങ്ങുന്നത്. ഇത് ശംഖുപുഷ്പത്തിൻ്റെ പൂവാണ്. ഈ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് അരച്ച് അതിൻ്റെ ചാറ് കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ കടലമാവ് കുഴയ്ക്കുന്നത്. കടലമാവ് ഇതിൻ്റെ ചാറ് കൊണ്ട് ഒഴിച്ച് കുഴച്ച്, ഇത് ഒരു കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് മാവിന് 1 കപ്പ് പഞ്ചസാര എന്ന അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇത് ദോശമാവ് നമ്മൾ എടുക്കുന്ന ആ പരുവത്തിന് വേണം ഇത് ഇളക്കിയെടുക്കാൻ, കുഴച്ചെടുക്കാൻ. നന്നായിട്ട് കുഴച്ച ശേഷം ചീനച്ചട്ടി വെച്ച് അതിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. മറ്റ് ഒരു ഓയിലും യൂസ് ചെയ്യാറില്ല. വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇത് തിളച്ച് കഴിഞ്ഞ ശേഷം ഈ ഇങ്ങനെ ഹോളുള്ള അരിപ്പ പുറത്ത് ഇതിൽ വെച്ചിട്ട് കോഴി ഒഴിച്ച് നമ്മൾ ചെറിയ പൂരി മാതിരി ഉള്ള ഇതാക്കി എടുക്കും. എണ്ണ ചൂടായോ എന്നറിയുന്നതിന് വേണ്ടി വളരെ കുറച്ച് എടുക്കുന്നതിനേക്കാൾ അറിയാൻ പറ്റും. അപ്പോൾ എണ്ണ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഈ കണ്ണാപ്പയിൽ ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ പൂരി ഉണ്ടാക്കുന്ന മാതിരി ഇതിങ്ങനെ ഇട്ടിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പൂരി മാതിരി കിട്ടും. ഇതായിട്ട് മറ്റ് 2 ലഡു ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് വളരെ കുറച്ച് മതി. ഉപ്പ്, വെള്ളം ഒഴിച്ച് ഇതിനെ നേരത്തെ പോലെ തന്നെ ദോശമാവ് പരുവത്തിന് ഇളക്കി കുഴച്ചെടുക്കുക. ഇത് മാതിരി ഇതിനെ കലക്കിയെടുക്കണം. ഇത് നേരത്തെ തന്നെ മാവിനെ ഒന്ന് അരിച്ചെടുക്കണം, ഇല്ലെങ്കിൽ ഇതിൽ ഉണ്ട കെട്ടിപ്പോവും. നമ്മൾ നന്നായിട്ട് ഉണ്ടയെല്ലാം ഉടച്ച് എടുത്തില്ലെങ്കിൽ അരിപ്പയിലൂടെ ചോർന്ന് വീഴില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഉണ്ടയെല്ലാം ഉടച്ച് നല്ല ദോശമാവ് പരുവത്തിൽ ആക്കി ഇതിനെ ഇനി വറുത്ത് പോരാം. ഇനി ഈ മാവിനെ ഈ അരിപ്പയിലേക്ക് ഒഴിച്ച് എല്ലാ ലഡുവിനും കൂടെ വേണ്ടിയിട്ട് പഞ്ചസാര വെച്ചിരിക്കുന്നതാണ്. അതിന് വെള്ളം ഒഴിച്ച് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട്, ധാരാളം വെള്ളമൊന്നും വേണ്ട,
അത്രയും വെള്ളം മതി. ഇതിനെ വെച്ചിട്ട് അടുപ്പിൽ വെച്ച് ഇതിനെ ചെറിയ ഒരു നൂല് വരെ ഒരു ഒട്ട് പരുവത്തിനാക്കി ശംഖുപുഷ്പത്തിൻ്റെ പൂവ് അരച്ച് മിക്സ് ചെയ്യുക. അതിൻ്റെ ചാറ് കൊണ്ട് ഉണ്ടാക്കിയത് ഇത് മാത്രം കുഴച്ചുണ്ടാക്കിയതാണ്. ഇതിൻ്റെ പകുതി എടുത്ത് മിക്സിയിലടിച്ച് ഇതിൽ കൂടെ ജോയിൻ ചെയ്യും. പഞ്ചാര പാനി റെഡി ആയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഒട്ടുന്ന പരുവായിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ എടുത്ത് വറുത്ത് വച്ചിരിക്കുന്നതിലേക്ക് ചൂടോടുകൂടി തന്നെ ഈ പഞ്ചാര പാനി ഒഴിക്കുക. ഒഴിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് അലിഞ്ഞ് നല്ല മെറ്റായി വരും. അത് ഉരുട്ടിയെടുക്കാം. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റാണ് ക്യാരറ്റ് വെന്ത് കഴിക്കും. ഇതിനെ നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ഇതിലേക്ക് പഞ്ചാര പാനിയായിട്ട് വെച്ചിരുന്നത് കൊണ്ടാണ് ഇതിലേക്ക് പഞ്ചാര ഡയറക്റ്റ് ആയില്ല. പഞ്ചാര പാനിയായിട്ട് നേരത്തെ വെച്ചിരുന്നു. അതിലേക്ക് ഗ്രാമ്പൂവും മുന്തിരിങ്ങയും ഇട്ട് അതിലേക്ക് പൊടിച്ച് വെച്ചിരുന്ന ചേർത്ത് ചീര ഇലയാണ് ഇടുന്നത്. ചീര ഒന്ന് ഇത്തിരി വെള്ളം ഒഴിച്ച് വേവിക്കാം. ഇത് ഒന്ന് വെന്ത ശേഷം ഇതിലേക്ക് ചിരകി പൊടിച്ചു വച്ചിരുന്ന തേങ്ങ കുറച്ച് പാൽപ്പൊടി ചേർത്ത് കുറച്ച് ബേക്കിംഗ് സോഡയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് പഞ്ചാര പാനി കിട്ടാൻ പാകത്തിന് ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഉരുട്ടി എടുത്താൽ മാത്രം മതി. വിരകി വെച്ചിരിക്കുന്ന തേങ്ങാപ്പൊടിയിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഞ്ചാര പാനി ഒഴിച്ച് ഉരുട്ടുക.
ഹായ് ഫ്രണ്ട്സ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ലഡു? എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം ഞങ്ങൾക്ക് കമൻ്റായിട്ട് ഇടുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് യുവർ വീഡിയോ. താങ്ക് യു.